നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് നിന്നുതിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അമ്മയെ തന്നെ ലഭിച്ചതെന്ന്? ഈ വിശാലമായ ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആത്മാക്കളിൽ നിന്നും അമ്മമാരിൽ നിന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം അവരുടെ ഗർഭപാത്രത്തിൽ, അവരുടെ ശരീരത്തിലൂടെ, അവരുടെ പരിചരണത്തിൽ, അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ പോലും ആരംഭിച്ചത്? അതൊരു യാദൃച്ഛികമായ ജനനമായിരുന്നോ? അതോ ആ തിരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ആഴമേറിയ കർമ്മപരമായ എന്തെങ്കിലും അതിനു പിന്നിലുണ്ടോ? സൃഷ്ടിയിലൊന്നും നാം ജനിച്ചു വീഴുന്ന കുടുംബം പോലും ആകസ്മികമല്ലെന്ന് പരമഹംസ യോഗാനന്ദജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജനനത്തിനു മുൻപ് ആത്മാവ് ദൈവിക നിയമത്തിനു മുന്നിൽ നിൽക്കുകയും തന്റെ അടുത്ത ആത്മീയ പാഠം പഠിക്കാൻ സഹായിക്കുന്ന കൃത്യമായ സാഹചര്യം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആ പാഠത്തിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തവുമായ ഭാഗമാണ് അമ്മ. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഭൗതികമായ ശരീരം നൽകിയ വ്യക്തി മാത്രമല്ല, അവരാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രതിഫലനം, സ്നേഹത്തിന്റെയും വേദനയുടെയും ആശ്വാസത്തിന്റെയും വെല്ലുവിളിയുടെയും ആദ്യത്തെ സ്പന്ദനം. അവരിലൂടെയാണ് താൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് അത് സുഖപ്പെടുത്താൻ നിങ്ങളുടെ ആത്മാവ് ഓർമ്മിച്ചു തുടങ്ങുന്നത്. ചിലപ്പോൾ ആ സൗഖ്യം ലഭിക്കുന്നത് വാത്സല്യത്തിലൂടെയാകാം, മറ്റു ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങളെ ഉണർത്തുന്ന മുറിവുകളിലൂടെയാകാം. എങ്കിലും എത്ര സന്തോഷകരമായാലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടേറിയതായാലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഓരോ ബന്ധവും അതിനു പിന്നിൽ ഒരു പുരാതനമായ കഥ പേറുന്നുണ്ട്. ഈ ജന്മത്തിന് വളരെ മുൻപേ തുടങ്ങിയ ഒരു കഥയാണത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ അമ്മ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തരം യാദൃച്ഛികതയിലല്ല, മറിച്ച് കർമ്മത്തിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് പരിണാമം പ്രാപിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പാഠങ്ങളെയാണ് നിങ്ങളുടെ അമ്മ പ്രതിഫലിപ്പിക്കുന്നത്. ആ പാഠം ക്ഷമയോ അനുകമ്പയോ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഉപാധികളില്ലാത്ത സ്നേഹമോ ആകാം. ആ പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾ അവരുമായുള്ള ബന്ധം മാത്രമല്ല സുഖപ്പെടുത്തുന്നത്, ജന്മങ്ങളായി തുടരുന്ന ചില കർമ്മബന്ധങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അമ്മ ഒരിക്കലും പൂർണ്ണയായിരിക്കാൻ വിധിക്കപ്പെട്ടവളല്ലെങ്കിലോ, അവരുടെ അപൂർണതകൾ നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ ഉണർത്താൻ വേണ്ടി മാത്രം കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലോ, നിങ്ങൾ ജനിക്കുന്നതിനു മുൻപ് നിങ്ങൾ തെരഞ്ഞെടുത്ത അമ്മയെന്ന നിങ്ങളുടെ ആദ്യത്തെ കർമ്മത്തിനു പിന്നിലെ വിശുദ്ധമായ രഹസ്യം ഇതാണ്. പരമഹംസ യോഗാനന്ദജിയുടെ കാലാതീതമായ ജ്ഞാനമനുസരിച്ച് ആത്മാവിന്റെ യാത്ര ജനനത്തോടെയല്ല ആരംഭിക്കുന്നത്. അത് വളരെ മുൻപേ ആത്മാവിന്റെ സൂക്ഷ്മലോകങ്ങളിൽ ആരംഭിക്കുന്നു. ഒരു പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് ആത്മാവ് ദൈവിക കർമ്മനിയമത്തിനു മുന്നിൽ നിൽക്കുകയും താൻ ഇനിയും പഠിച്ചു തീർക്കാനുള്ള പാഠങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആ പവിത്ര നിമിഷത്തിൽ ആത്മാവ് സുഖമോ സമ്പത്തോ സൗകര്യമോ അല്ല അന്വേഷിക്കുന്നത്, അത് വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അത് ചോദിക്കുന്നു, എനിക്കെവിടെയാണ് അടുത്തതായി വളരാൻ കഴിയുക? സ്നേഹം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ എനിക്ക് ആരെയാണ് വേണ്ടത്? അനന്തമായ കൃത്യതയോടെ പ്രപഞ്ചം ആത്മാവിനെ അതിന്റെ കർമ്മപരമായ ആവശ്യങ്ങൾക്ക് കൃത്യമായി യോജിക്കുന്ന മാതാപിതാക്കളിലേക്ക് നയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അമ്മ യാദൃച്ഛികമായി തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, നിങ്ങളുടെ ആത്മീയ ഉണർവിലേക്കുള്ള അടുത്ത ചുവടുവെപ്പിന് അനുയോജ്യമായ ഊർജ്ജമുള്ള ആത്മാവാണവർ. അവരുടെ സ്വഭാവം, വികാരങ്ങൾ, ശക്തികൾ, എന്തിന് അവരുടെ ബലഹീനതകൾ പോലും നിങ്ങളുടെ ആത്മീയ പുരോഗതിക്കുള്ള താക്കോലുകളാണ്. നിങ്ങൾക്ക് അനുകമ്പ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരമ്മയെ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് അത് സ്വന്തം ഉള്ളിൽ നിന്ന് കണ്ടെത്താനാകും. നിങ്ങൾക്ക് ക്ഷമ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹനശക്തിയെ പരീക്ഷിക്കുന്ന വെല്ലുവിളികൾ നിറഞ്ഞ ഒരമ്മയെ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കാം. യോഗാനന്ദജി പഠിപ്പിച്ചത് ഈ തിരഞ്ഞെടുപ്പുകൾ ശിക്ഷയായിട്ടല്ല, മറിച്ച് ദൈവിക സ്നേഹത്താലാണ് നടക്കുന്നത് എന്നാണ്. നിങ്ങളുടെ ജനനത്തിന്റെ ഓരോ സാഹചര്യവും, കുടുംബം, സംസ്കാരം, വൈകാരിക അന്തരീക്ഷം എന്നിവയെല്ലാം ഒളിഞ്ഞിരിക്കുന്ന പ്രവണതകളെ വെളിച്ചത്തുകൊണ്ടുവരാൻ ആത്മാവിന്റെ ഉയർന്ന ബുദ്ധിയാൽ രൂപകൽപ്പന ചെയ്തതാണ്. അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ആത്മാവ് അതിന്റെ പൂർത്തിയാകാത്ത കർമ്മങ്ങളെയും ഈഥനൽക്കി, അറ്റാച്ച്മെന്റ്, ആശ്രിതത്വം, അഹങ്കാരം അല്ലെങ്കിൽ വേദന തുടങ്ങിയ പാറ്റേണുകളെയും അഭിമുഖീകരിക്കുകയും ശുദ്ധീകരണത്തിന്റെ പവിത്രമായ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ നോക്കുമ്പോൾ ഇക്കാര്യം ഓർക്കുക. നിങ്ങൾ ആദ്യത്തെ ശ്വാസമെടുക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ആത്മാവ് അവർക്ക് അതേ എന്ന് സമ്മതം മൂളിയിരുന്നു. നിങ്ങളുടെ ആത്മാവിന് വളരാനുള്ള മണ്ണായി അവരുടെ ഊർജ്ജത്തെയും അവരുടെ പാഠങ്ങളെയും അവരുടെ സ്നേഹത്തെയും നിങ്ങൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിനെ നയിച്ചത് ദൈവിക ജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ല. അമ്മയുടെ ഗർഭപാത്രത്തെ ഒരു വിശുദ്ധക്ഷേത്രമായാണ് യോഗാനന്ദജി പലപ്പോഴും വിശേഷിപ്പിച്ചത്. പദാർത്ഥത്തെയും വികാരത്തെയും പ്രകമ്പനത്തെയും ആത്മാവ് ആദ്യമായി അനുഭവിക്കുന്ന ആദ്യത്തെ പുണ്യസങ്കേതം. വിലപ്പെട്ട 9 മാസക്കാലം ഒരു കുഞ്ഞ് ആദ്യ ശ്വാസമെടുക്കുന്നതിന് മുൻപ് തന്നെ അത് പൂർണ്ണമായും അമ്മയുടെ ഊർജ്ജലയത്തിലാണ് ജീവിക്കുന്നത്. അമ്മയുടെ ഹൃദയമിടിപ്പ് കുഞ്ഞിന്റെ നിരന്തരമായ മന്ത്രമായി മാറുന്നു. അമ്മയുടെ വികാരങ്ങൾ കുഞ്ഞിന്റെ ആദ്യത്തെ ഭാഷയാകുന്നു. അമ്മയുടെ ശ്വാസം കുഞ്ഞിന്റെ ജീവന്റെ താളമാകുന്നു. അമ്മയനുഭവിക്കുന്ന ഓരോ സന്തോഷവും, അമ്മ പേറുന്ന ഓരോ ഭയവും, അമ്മ മന്ത്രിക്കുന്ന ഓരോ പ്രാർത്ഥനയും എല്ലാം കുഞ്ഞിന്റെ സൂക്ഷ്മമായ അടിത്തറയുടെ ഭാഗമായി മാറുന്നു. ഇത് കേവലം ജീവശാസ്ത്രമല്ല, ഇതൊരു ആത്മീയമായ പതിക്കലാണ്, സ്പിരിച്വൽ ഇംപ്രിന്റിംഗ്. ഗർഭപാത്രത്തിനുള്ളിൽ
ആത്മാവ് കേവലം ഒരു ശരീരം വളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഊർജ്ജത്തെ ആഗിരണം ചെയ്യുകയാണ്. അമ്മയുടെ പ്രഭാവലയം, ഔറ, പുതിയ ജീവൻ ഉണരുന്ന അന്തരീക്ഷമായി മാറുന്നു. അമ്മ സമാധാനത്തിലാണെങ്കിൽ കുഞ്ഞ് വിശ്വാസവും ശാന്തതയും പഠിക്കുന്നു. അമ്മ ഉത്കണ്ഠയിലോ ഭാരത്തിലോ ആണെങ്കിൽ ആത്മാവ് സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ പാഠം പഠിക്കാൻ തുടങ്ങുന്നു. ആ മാസങ്ങളിൽ സംഭവിക്കുന്ന ഒന്നും തന്നെ അർത്ഥശൂന്യമല്ല. അത് നിങ്ങളുടെ കർമ്മവിദ്യാഭ്യാസത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല ജനിച്ചത്, അവരുടെ ഊർജ്ജത്താൽ കൂടിയാണ് നിങ്ങൾ രൂപപ്പെട്ടത്. ഭൂമിയിലെ ദൈവീക മാതാവിന്റെ സ്നേഹത്തോട് ഏറ്റവും അടുത്തുള്ള പ്രതിഫലനമാണ് അമ്മയുടെ സ്നേഹമെന്ന് യോഗാനന്ദജി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ അപൂർണതകൾ പോലും ഒരു ഉയർന്ന ലക്ഷ്യത്തെ സേവിക്കുന്നു. അമ്മയ്ക്ക് ഒറ്റപ്പെടലോ മുറിവോ ക്ഷീണമോ അനുഭവപ്പെട്ട നിമിഷങ്ങൾ വളരുന്ന ആത്മാവിൽ അവബോധമുണർത്തുന്ന സൂക്ഷ്മമായ വൈരുദ്ധ്യങ്ങളായി മാറി. ആ പവിത്രമായ ബന്ധത്തിലൂടെ നിങ്ങൾ ദ്വന്ദ്ഭാവങ്ങളെ, ഡുവാലിറ്റി അനുഭവിച്ചു തുടങ്ങി. സമാധാനവും കോലാഹലവും, ഊഷ്മളതയും അനിശ്ചിതത്വവും, സ്നേഹവും കൊതിയും. പിന്നീട് ആത്മീയ സന്തുലിതാവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കുന്ന അതേ ദ്വന്ദ്ഭാവങ്ങൾ തന്നെ. അതുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ ബോധത്തിന്റെ ആദ്യത്തെ ക്ലാസ് മുറിയായി കാണുക. ഊർജ്ജവും ചിന്തയും വികാരവും എങ്ങനെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് നിങ്ങളുടെ ആത്മാവ് പഠിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഗർഭപാത്രം കേവലം സൃഷ്ടിയുടെ ഒരിടം മാത്രമായിരുന്നില്ല. ജീവിതമെന്ന രഹസ്യത്തിനു മുന്നിൽ നിങ്ങളുടെ ആത്മാവ് വണങ്ങിയ ആദ്യത്തെ ക്ഷേത്രമായിരുന്നു അത്. ആത്മാവിന്റെ യാത്രയിൽ അമ്മയാണ് കർമ്മത്തിന്റെ ആദ്യത്തെ കണ്ണാടി. നിങ്ങളെത്തന്നെ നിങ്ങൾ കണ്ടുതുടങ്ങുന്ന ആദ്യത്തെ പ്രതിഫലനം. എല്ലാ ബന്ധങ്ങളും കർമ്മപരമായ പാഠശാലകളാണെന്നും എന്നാൽ അമ്മയുമായുള്ള ബന്ധം അതിൽ ഏറ്റവും അടുപ്പമുള്ളതും വെളിപ്പെടുത്തുന്നതുമാണെന്നും യോഗാനന്ദജി വിശദീകരിച്ചു. അവരിലൂടെയാണ് നിങ്ങളുടെ അടുപ്പം, പ്രതീക്ഷ, ക്ഷമ എന്നിവയുടെ ആഴത്തിലുള്ള പാറ്റേണുകൾ ഉണരുന്നത്. അവർ നിങ്ങളുടെ ആശ്വാസവും വെല്ലുവിളിയുമാണ്. സ്നേഹത്തിന്റെ ഉറവിടവും മോചനത്തിനുള്ള അവസരവുമാണ്. ചിലപ്പോൾ ഈ കർമ്മബന്ധം സൗമ്യമായിരിക്കും, ദൈവീക സ്നേഹത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വാത്സല്യമുള്ള ഒരമ്മ. മറ്റു ചിലപ്പോൾ അത് സങ്കീർണമായിരിക്കും, വിമർശനമോ അസാന്നിധ്യമോ വൈകാരിക അകലമോ വഴി മുൻ ജന്മങ്ങളിലെ പഴയ മുറിവുകളെ ഉണർത്തുന്ന ഒരമ്മ. എന്നാൽ മൃദുവായാലും കഠിനമായാലും ആ ബന്ധം ഒരിക്കലും യാദൃശികമല്ല. നിങ്ങളുടെ ആത്മാവിന്റെ പരിണാമത്തിനു വേണ്ടിയുള്ള കൃത്യമായ ക്രമീകരണമാണത്. നമ്മളെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്നവർ, അത് സ്നേഹത്തിലൂടെയായാലും വേദനയിലൂടെയായാലും നമുക്ക് മുൻപേ അറിയാവുന്ന ആത്മാക്കളാണെന്ന് യോഗാനന്ദജി പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ പൂർത്തിയാകാത്ത പാഠങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അമ്മയോട് ക്ഷമിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ ആ ഭാരം തീർക്കാൻ നിങ്ങൾ അവരുടെ മകനായി, മകളായി വീണ്ടും ജനിച്ചേക്കാം. നിങ്ങൾ ഒരിക്കൽ സ്നേഹം തടഞ്ഞുവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്വതന്ത്രമായി നൽകാൻ പഠിച്ചേക്കാം. കർമ്മത്തിന്റെ ഈ നിഗൂഢമായ നൃത്തത്തിലൂടെ ബോധപൂർവം തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഇരു ആത്മാക്കളും പരസ്പരം വളരാൻ സഹായിക്കുന്നു. പുറമേയുള്ള കഥ സാധാരണ മനുഷ്യരുടേതുപോലെ തോന്നാം. അഭിപ്രായ വ്യത്യാസങ്ങൾ, വികാരങ്ങൾ, സ്നേഹം. എന്നാൽ അതിനു പിന്നിൽ ദൈവിക നിയമത്തിന്റെ നിശബ്ദമായ കൈകൾ ചലിക്കുന്നുണ്ട്, ഉണർവിനായി ഓരോ നിമിഷവും ക്രമീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അമ്മ എന്നത് അംഗീകാരമോ പരിചരണമോ തേടാനുള്ള ഒരു വ്യക്തി മാത്രമല്ല, സുഖപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ഭാഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണവർ. അവരെ സ്നേഹിക്കുന്നതിലൂടെ, അവരോട് ക്ഷമിക്കുന്നതിലൂടെ, അവരെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെത്തന്നെ സ്നേഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുകയാണ്. നമുക്കോരോരുത്തർക്കും ഭൂമിയിൽ ഒരു അമ്മയുണ്ടെങ്കിലും അവർക്ക് പിന്നിൽ ദിവ്യമാതാവ്, സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും സംരക്ഷണത്തിന്റെയും അനന്തമായ ഉറവിടം നിൽക്കുന്നുണ്ടെന്ന് യോഗാനന്ദജി തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവൻ നൽകാൻ ആ ദൈവിക ഊർജ്ജമൊഴുകിയ ചാനലാണ് നിങ്ങളുടെ ജൈവികമായ അമ്മ. അവർ ഒരു ആന്തരിക പ്രപഞ്ചശക്തിയുടെ ബാഹ്യമായ ഉപകരണം മാത്രമാണ്. ഈ ഉയർന്ന കാഴ്ചപ്പാടിലൂടെ അവരെ കാണാൻ തുടങ്ങുമ്പോൾ എന്തോ ഒന്ന് മാറുന്നു. വിധിന്യായങ്ങൾ മയപ്പെടുന്നു, നീരസം മായുന്നു, അവിടെ ധാരണ പൂക്കുന്നു. നിങ്ങളുടെ അമ്മ അവരുടെ മനുഷ്യസഹജമായ അവസ്ഥയിൽ, നിങ്ങളുടെ പരിണാമത്തിന്റെ ദൈവിക നാടകത്തിൽ ഒരു വിശുദ്ധമായ വേഷം ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. അവരുടെ ആലിംഗനത്തിൽ ദൈവത്തിന്റെ കരുതൽ നൽകുന്ന വശത്തെ നിങ്ങൾ ആദ്യമായി അനുഭവിച്ചു. അവരുടെ കോപത്തിൽ അജ്ഞതയെ നശിപ്പിക്കുന്ന അതേ ദിവ്യമാതാവിന്റെ തീക്ഷ്ണമായ ശക്തിയെ നിങ്ങൾ കണ്ടു. അവരുടെ തെറ്റുകളിൽ മനുഷ്യസ്നേഹത്തിന്റെ പരിമിതികൾ നിങ്ങൾ കണ്ടു. അതും നിങ്ങളെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പൂർണ്ണമായ സ്നേഹത്തിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ദൈവത്തെ അമ്മയായി ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മളിലുള്ള മൃദുലതയെ ഉണർത്തുന്നുവെന്ന് യോഗാനന്ദജി പറഞ്ഞു. ജീവിതത്തെ ഒരു യുദ്ധക്കളമായല്ല, മറിച്ച് സ്നേഹത്തോടെ തിരുത്തുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായി നമ്മൾ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ പങ്ക് വ്യക്തിപരവും ആത്മീയവുമാണ്. മാനുഷിക തലത്തിൽ മറ്റേതൊരു ആത്മാവിനെയും പോലെ അവർക്കും അവരുടെ കുറവുകളും വേദനകളും കർമ്മങ്ങളുമുണ്ടാകാം. എന്നാൽ ആത്മീയ തലത്തിൽ അവർ ആ അനന്തതയുടെ ഒരു ഉപകരണമാണ്. ആ പ്രപഞ്ച സ്നേഹത്തിന്റെ ഒരു ഭാഗം അപൂർണമായിട്ടാണെങ്കിലും പ്രകടിപ്പിക്കുന്നു. അവർ അകന്നു നിൽക്കുന്നവരോ ലഭ്യമല്ലാത്തവരോ ആയിരുന്നെങ്കിൽ കൂടി അവരുടെ ആ അസാന്നിധ്യം തന്നെ സ്നേഹം,
സ്വന്തം ഉള്ളിൽ നിന്ന് നേരിട്ട് തേടാൻ ദിവ്യമാതാവ് നിങ്ങളെ പഠിപ്പിക്കുന്ന വഴിയായിരുന്നിരിക്കാം. അതുകൊണ്ട് അമ്മയെ നോക്കുമ്പോൾ വെറുമൊരു സ്ത്രീയെ മാത്രമല്ല, അവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവിക ഊർജ്ജത്തെ കാണാൻ ശ്രമിക്കുക. അവരുടെ ചിരിക്കു പിന്നിൽ, അവരുടെ മൗനത്തിനു പിന്നിൽ, അവരുടെ കണ്ണുകൾക്കു പിന്നിൽ ദിവ്യമാതാവ് നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട്, നിശബ്ദമായി നിങ്ങളെ അവളുടെ നിത്യമായ ആലിംഗനത്തിലേക്ക് നയിച്ചുകൊണ്ട്. അമ്മയുമായുള്ള നിങ്ങളുടെ കർമ്മം സുഖപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തലിൽ നിന്നല്ല, മറിച്ച് അവബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്കിടയിൽ പങ്കിടുന്ന ഓരോ നിമിഷത്തിനും ആഴമേറിയ ഒരു ലക്ഷ്യമുണ്ടെന്ന നിശബ്ദമായ തിരിച്ചറിവ്. ആവർത്തിക്കുന്ന പാറ്റേണുകൾ, വൈകാരിക പ്രതികരണങ്ങൾ, പഴയ മുറിവുകൾ, കുറ്റബോധം അല്ലെങ്കിൽ കൊതി എന്നിവയിലേക്ക് നിങ്ങൾ വെളിച്ചം കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് അവയുടെ ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങുന്നുവെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു. എന്തുകൊണ്ട് അവർ എന്നോടിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നതിനു പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു തുടങ്ങുക. കാഴ്ചപ്പാടിലെ ആ ഒരൊറ്റ മാറ്റം വേദനയെ ജ്ഞാനമാക്കി മാറ്റുന്നു. ഈ നിമിഷം പോലും നിങ്ങളുടെ അമ്മയുടെ ആത്മാവിനെ അംഗീകരിക്കാൻ ഒരു നിമിഷമെടുക്കുക. അവരുടെ വ്യക്തിത്വത്തെയല്ല, അവരുടെ പെരുമാറ്റത്തെയല്ല, മറിച്ച് അവരുടെ ആഴത്തിലുള്ള സത്തയെ. നിങ്ങളുടെ വളർച്ചയിൽ ഈ വേഷം ചെയ്യാൻ ആത്മാവിന്റെ തലത്തിൽ അവർ സമ്മതിച്ചു. അവരുടെ വളർച്ചയിൽ നിങ്ങളുടെ വേഷം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് സ്നേഹം നൽകിയെങ്കിൽ നന്ദികൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുകയും ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അവർ നിങ്ങൾക്ക് വേദന നൽകിയെങ്കിൽ നിങ്ങളുടെ ക്ഷമ നിങ്ങളെ രണ്ടുപേരെയും ജന്മങ്ങളോളം നീണ്ടുനിൽക്കാവുന്ന പഴയ കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് അറിയുക. യോഗാനന്ദജി പറഞ്ഞതുപോലെ, ക്ഷമിക്കുക എന്നത് ഒരു തടവുകാരനെ മോചിപ്പിക്കലാണ്, ഒടുവിൽ ആ തടവുകാരൻ നിങ്ങൾ തന്നെയായിരുന്നു എന്ന് കണ്ടെത്തുന്നതുമാണ്. നിങ്ങൾ നൽകുന്ന ഓരോ സ്നേഹപ്രവൃത്തിയും, അവരുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ഓരോ നിശബ്ദ പ്രാർത്ഥനയും നിങ്ങൾ പങ്കിടുന്ന പരമ്പരയിലൂടെ മുന്നോട്ടും പിന്നോട്ടും ഒഴുകുന്ന ഒരു സൗഖ്യദായകമായ പ്രകമ്പനമായി മാറുന്നു. നിങ്ങളുടെ കർമ്മബന്ധത്തെ എതിർക്കുന്നത് നിർത്തി അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഊർജ്ജം ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങുന്നു. പഴയ വികാരങ്ങൾ അലിഞ്ഞുപോകുന്നു. അറിവ് ഉള്ളിലേക്ക് ഒഴുകുന്നു. ഭൂതകാലം ആവർത്തിക്കുന്നത് നിർത്തുന്നു. ഓർക്കുക, സൗഖ്യമെന്നാൽ വേദനയുണ്ടായിരുന്നില്ല എന്ന് നടിക്കലല്ല. അതിനർത്ഥം അതിനെ വ്യക്തമായി കാണുക, പാഠം ഉൾക്കൊള്ളുക, എന്നിട്ടും സ്നേഹം തിരഞ്ഞെടുക്കുക എന്നതാണ്. അവബോധം, നന്ദി, ക്ഷമ എന്നിവയിലൂടെ നിങ്ങൾ കർമ്മത്തിന്റെ ഭാരമുള്ള കല്ലിനെ അനുഗ്രഹത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റുന്നു. അത് നിങ്ങളുടെയും അവരുടെയും ആത്മാവിനെ വെളിച്ചത്തിലേക്ക് ഉയർത്തുന്നു. ആത്യന്തികമായി ഓരോ ലൗകിക അമ്മയും പ്രപഞ്ചത്തെ നിലനിർത്തുന്ന അനന്തമായ അനുകമ്പയുള്ള സാന്നിധ്യമായ ദിവ്യമാതാവിന്റെ പ്രതിഫലനം മാത്രമാണ്. ദൈവത്തെ അമ്മയായി കാണാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ ഒരു അകന്ന ശക്തിയായിട്ടല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഹൃദയത്തിനുള്ളിലെ ജീവനുള്ള സ്നേഹസാന്നിധ്യമായി നാം അനുഭവിക്കുന്നുവെന്ന് യോഗാനന്ദജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചറിവ് മാനുഷിക സ്നേഹത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് ദൈവിക സ്നേഹവുമായുള്ള കൂടിച്ചേരലിലേക്കുള്ള ആത്മാവിന്റെ മടങ്ങിവരവിനെ അടയാളപ്പെടുത്തുന്നു. പുറത്തുനിന്ന് ആശ്വാസം തേടുന്നതിൽ നിന്ന് ഉള്ളിൽ സമാധാനം കണ്ടെത്തുന്നതിലേക്ക്. ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് ദിവ്യമാതാവിനെ വിളിക്കുമ്പോൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിത്യമായ സ്നേഹത്തെ നിങ്ങൾ ഉണർത്തുന്നു. നിങ്ങൾ ജനിക്കുന്നതിനു മുൻപേ ഉണ്ടായിരുന്ന, നിങ്ങൾ ഈ ശരീരം വിട്ട ശേഷവും നിലനിൽക്കുന്ന സ്നേഹം. ആ പവിത്രമായ ഇടത്തിൽ നിങ്ങളും നിങ്ങളുടെ ലൗകിക അമ്മയും തമ്മിലുള്ള എല്ലാ മുറിവുകളും അലിഞ്ഞുപോകാൻ തുടങ്ങുന്നു. വേദന മയപ്പെടുന്നു, പ്രതീക്ഷകൾ മായുന്നു. നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെല്ലാം, ഓരോ പുഞ്ചിരിയും, ഓരോ കണ്ണീരും, ഓരോ മൗനവും നിങ്ങളെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ദിവ്യമാതാവിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ലൗകിക അമ്മ നിങ്ങൾക്ക് കരുതലിന്റെ ആദ്യ അനുഭവമാണ് നൽകിയത്. എന്നാൽ ദിവ്യമാതാവ് ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. അവളുടെ അവബോധത്തിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അപൂർണത അനുഭവപ്പെടില്ല. കാരണം ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നഷ്ടത്തിന്റെയോ തെറ്റിദ്ധാരണയുടെയോ നിമിഷങ്ങൾ പോലും നിങ്ങളെ ഉപാധികളില്ലാത്ത സ്നേഹത്തിലേക്ക് തിരികെ നയിക്കുന്ന ചവിട്ടുപടികളായിരുന്നു. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് ആ സാന്നിധ്യം അനുഭവിക്കുക. നിങ്ങളുടെ അമ്മയിലൂടെ ഒഴുകിയ അതേ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനുള്ളിൽ നേരിട്ട് പ്രകാശിക്കുന്നു. നിശബ്ദമായി മന്ത്രിക്കുക, അമ്മയാണെന്റെ യഥാർത്ഥ അമ്മ, എപ്പോഴും സ്നേഹിക്കുന്ന, എപ്പോഴും ക്ഷമിക്കുന്ന അമ്മ. ആ ഓർമ്മയിൽ നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തുന്നു. കർമ്മപാഠങ്ങൾ അവസാനിക്കുന്നു. ബാക്കിയാകുന്നത് സ്നേഹം മാത്രം. എപ്പോഴും നിങ്ങളോടൊപ്പമുള്ള, നിങ്ങളെ വീട്ടിലേക്ക് നയിക്കുന്ന ദിവ്യമാതാവിന്റെ നിത്യമായ സർവ്വതും സുഖപ്പെടുത്തുന്ന സ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത അവസാനിക്കുമ്പോൾ ഒരു നിമിഷം ശാന്തമായിരുന്ന് നിങ്ങളുടെ അമ്മയുടെ ഊർജ്ജം ഉള്ളിൽ അനുഭവിക്കുക. ഒരു ഓർമ്മയായി മാത്രമല്ല, ജീവനുള്ള ഒരു പ്രകമ്പനമായി. അവർ നിങ്ങളുടെ അരികിലുണ്ടെങ്കിലും, ദൂരത്താണെങ്കിലും, അല്ലെങ്കിൽ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും, അവരുടെ സത്ത ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒഴുകുന്നു. അവരായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ കർമ്മം, നിങ്ങളുടെ ആദ്യത്തെ ഗുരു, ദൈവിക സ്നേഹത്തിന്റെ നിങ്ങളുടെ ആദ്യത്തെ കണ്ണാടി. നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും അവരുടെ സമ്മാനത്തിന്റെ ഒരു ഭാഗം വഹിക്കുന്നു. ഈ സത്യം തിരിച്ചറിയുമ്പോൾ വിധിക്കലിന്റെ ഭാരം കുറയാൻ തുടങ്ങുന്നു. ബാക്കിയാകുന്നത് നന്ദി മാത്രമാണ്, രണ്ട് ആത്മാക്കളെയും അനുഗ്രഹിക്കുന്ന മൃദുവായ സൗഖ്യദായകമായ പ്രകാശം.
ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ആത്മാവിനോട് നിശബ്ദമായി ഒരു നന്ദി പറയാൻ സമയം കണ്ടെത്തുക. വേദനയുണ്ടായിരുന്നിടത്ത് ക്ഷമിക്കുക, സ്നേഹമുണ്ടായിരുന്നിടത്ത് അഭിനന്ദിക്കുക. ഓർക്കുക, ക്ഷമിക്കുക എന്നത് സംഭവിച്ചത് മറക്കലല്ല, ഇനി നിങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കലാണത്. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്നത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയ്ക്കപ്പുറത്തേക്ക് എല്ലാ ജീവജാലങ്ങളിലേക്കും, ഓരോ മാതാപിതാക്കളിലേക്കും, കുട്ടികളിലേക്കും, ഒരുമിച്ച് പഠിക്കുന്ന ആത്മാക്കളുടെ വലിയ ശൃംഖലയിലേക്കും പടരട്ടെ. ഇങ്ങനെയാണ് കർമ്മം അനുഗ്രഹമായി മാറുന്നത്. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഉണർത്തിയതെന്ന് കമന്റുകളിൽ പങ്കുവയ്ക്കുക. അതൊരു തിരിച്ചറിവിന്റെ നിമിഷമായിരുന്നോ, ഒരു ഓർമ്മയായിരുന്നോ, അതോ സമാധാനമായിരുന്നോ? പോകുന്നതിനു മുൻപ് അടുത്ത വീഡിയോ എന്തു പര്യവേഷണം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് പറയുക. അച്ഛനുമായുള്ള കർമ്മം, ഫാദർ കർമ്മ, പൂർവിക ഊർജം, ആൻസെസ്ട്രൽ എനർജി, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ കർമ്മബന്ധങ്ങളെ എങ്ങനെ സുഖപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാ അന്വേഷകർക്കും വേണ്ടിയുള്ള അടുത്ത സന്ദേശത്തെ നയിക്കും. അതുവരെ ഓർക്കുക, നിങ്ങളുടെ ആത്മാവിന്റെ കഥ പവിത്രമാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നു.